ഇത് കണ്ട, ഇത് മത്തനും പയറും കറിയാണേ. കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലത്തെ കറികൾ. നമ്മൾ അമ്പലത്തിലെല്ലാം പോയാൽ ഇങ്ങനത്തെ കറി കിട്ടൂലേ, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ അത്ര ടേസ്റ്റ് ആകുന്നില്ലെങ്കിലും വീട്ടിൽ നിന്ന് ആക്കുന്നതും വലിയ കുഴപ്പമൊന്നുമില്ല. കൈ പൊള്ളുന്ന നല്ല അല്ല, ഇപ്പോൾ വാങ്ങിയതാ. നല്ല ചൂടുണ്ട്. പുക കാണുന്നുണ്ടാ? നല്ല ചൂടുണ്ട്. കൈ പൊള്ളുന്നതിന് നമുക്ക് വീട്ടിലൊക്കെ പോവേ. കുക്കറിലേക്ക് മമ്പയർ നേരത്തെ കുതിർത്തി വെച്ചതാണ്. ഒരു 3-4 മണിക്കൂർ കുതിർത്തിയിട്ടുണ്ടാവും. അത് കഴുകി മാറ്റിയിട്ടുണ്ടേ, കുക്കറിലേക്ക് ഇട്ടിനെ. ഈ ഒരു പീസ് കുമ്പളാണ് എടുത്തിന്. അത് അതിൻ്റെ തോലിങ്ങനെ ഇടവിട്ട് ചെത്തി മാറ്റീന് കേട്ടോ. ഇനി നമുക്ക് ആ കുക്കറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കേ. ഈ ഒരു വണ്ണത്തിലാണ് മുറിച്ചെടുത്തിന്. നമുക്ക് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിക്കണേ. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടിയിൽ മമ്പയറുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിനെ. ഇത്ര പോലും ഉപ്പ് ഇട്ട് കൊടുത്തിനെ. ഈ ഒരു ഗ്ലാസ്സിൽ ഇത്ര പോലും വെള്ളം ഒഴിച്ച് കൊടുത്തിനെ കേട്ടോ. ഈ മമ്പയർ വേവണ്ടേ, അതിനും വേണ്ടിയിട്ട് ഇത്രത്തോരം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ 3 അല്ലെങ്കിൽ 4 വിസിലാക്കിയിട്ട് എടുക്കാം. ഇത് കുറച്ച് തേങ്ങയും ജീരകമാണ്, എത്രയേ എടുത്തിട്ടില്ലൂ, അധികമൊന്നും എടുത്തിട്ടില്ലേ. ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം, ചതച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട്. നന്നായിട്ട് അരിയൊന്നും വേണ്ടേ, ഒന്ന് ക്രഷാക്കിയാൽ മതി. കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ചതച്ചെടുത്തിന്, അതുകൊണ്ടാണ് ഇങ്ങനെ പേസ്റ്റ് പോലെ. നല്ലോണം അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അടിച്ചിട്ട് കുക്കർ തുറന്നതിനെ. അന്നേരം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. മമ്പയറെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടോ. ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ കുമ്പളങ്ങ ഉടഞ്ഞു വരുവേ. വെള്ളമെല്ലാം ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് തന്നെ ഇത്രയുണ്ട്. നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ലൂസ് കറി വേണ്ടവർക്ക് അങ്ങനെയാക്കാം, കട്ടിക്കറി വേണ്ടവർക്ക് അങ്ങനെയാക്കാം. ഞാനിപ്പോൾ ഒരു കട്ടിക്കറിയാണ്. തിളച്ച് വരുന്നുണ്ട്. അന്നേരം നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം തിളക്കാൻ വിടുക. ഈ കുമ്പളങ്ങ ഇങ്ങനെ ഉടയേണ്ടാത്തവരുണ്ടാവില്ലേ, ഇങ്ങനെ നല്ലോണം ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇല്ലവർ ഈ മമ്പയർ കുക്കറിലിട്ട് വിസിലടുപ്പിച്ചതിന് ശേഷം മാത്രം കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കുക. അന്ന് ഇങ്ങനെ ഉടഞ്ഞു പോവില്ലേ. ഇതൊന്ന് തിളച്ച് വന്ന് നമ്മൾ ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കുക കേട്ടോ. എനിക്ക് ഉപ്പ് കുറവാണ്, ഇത്രയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതൊന്ന് തിളക്കാൻ വെക്കാം. നമുക്ക് പൊത്തി വെക്കാം കേട്ടോ. ഇനി അടച്ച് വെക്കാം. ഈ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തണ്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നില്ലേ. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇത്ര തിളച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ കടുക് വറുത്തിടുമ്പം ഇതിലൊഴിച്ചാൽ പിന്നെ ഇതൊന്നും കൂടെ കുറച്ചും കൂടി ഉറച്ച് വരുവേ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നതിന്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത്രപ്പുരം കടുക് എടുത്തിന്. കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. നമുക്കിത് കറിയിലേക്ക് വെച്ച് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ പണിയില്ലൂ. ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് കേട്ടോ.
ഇത് ഇളക്കുവോളം ഉടഞ്ഞുടഞ്ഞ് വരുകയില്ലേ ഈ കുമ്പളങ്ങ. കണ്ട നല്ല ടേസ്റ്റിയാണ്. ഇതിൽ നമ്മൾ വറുത്തിടുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഞാൻ അതൊന്നും ഇടായിട്ടാണ്. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ ഇങ്ങനെയല്ലോ ടേസ്റ്റ് സൂപ്പറാണ്.